വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സംഘർഷാവസ്ഥ. നരഭോജി കടുവയെ പിടിക്കാത്തതിലാണ് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. 3 മണിക്ക് യോഗത്തിനെത്താമെന്നറിയിച്ച കളക്ടർ എത്താത്തതിലാണ് പ്രതിഷേധം. ഉദ്യോഗസ്ഥരുടെ മുറിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നാട്ടുകാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. എഡിഎമ്മിന്റെ നേതൃത്വത്തിൽ ബേസ് ക്യാമ്പിൽ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. എം.എസ്. സനീഷ് കുമാർ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ജീവനിൽ പേടിച്ചു കഴിയുന്ന കുറച്ച് സാധാരണക്കാരായ മനുഷ്യരെയാണ് നമ്മൾ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതിഷേധമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായും ആ സാധാരണക്കാരായ മനുഷ്യരുടെ ആശങ്ക കേൾക്കേണ്ട കളക്ടർ ഇതുവരെ എത്തിയിട്ടില്ല. 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് കളക്ടർ അവിടെ എത്താത്തത്? എന്തുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാത്തത്? ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, അതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ള മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ നരഭോജി കടുവയുടെ സാന്നിധ്യം വീണ്ടും ഈ പഞ്ചാരക്കൊല്ലി മേഖലയിൽ കണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പഞ്ചാരക്കൊല്ലി സ്വദേശി നൌഫലിന്റെ വീടിന്റെ അടുത്താണ് ആ കടുവയുടെ സാന്നിധ്യം കണ്ടതെന്നാണ് ആ വിവരം ലഭിക്കുന്നത്. നൌഫലിന്റെ മകളാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങളിൽ ഇതൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വിവരം ലഭിക്കുന്നു. അതായത് ഇന്നലെ രാധയെ കൊന്ന അതേ കടുവ തന്നെ വീണ്ടും ഈ മേഖലയിൽ തുടരുന്നു. വനംവകുപ്പ് വെച്ച ക്യാമറ ട്രാപ്പിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മറുവശത്തേക്ക് ആളുകൾ സംഘടിക്കുന്നുണ്ട്. ആ ഭാഗത്ത് എന്താണ് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് കടുവ ഇറങ്ങിയതായാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് എന്തായാലും കടുവയൊപ്പം ജനവാസ മേഖലയിൽ കണ്ടു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്ത് കടുവയെ കണ്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വീടിന്റെ തൊട്ട ബാക്കിൽ കൂടിയാണ് ഇപ്പൊ കടുവ പോയി എന്നാണ് ഇപ്പൊ കണ്ടവര് പറയുന്നത്. ആ വീടിന്റെ തൊട്ട പുറകെ കൂടെയാണ്. ആളുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റൂല. ഈ പറയുന്ന ഫോറസ്റ്റ് അധികാരികളെല്ലാം നമുക്ക് അങ്ങോട്ട് പോക്ക് നടക്കൂല. അത് എങ്ങനെ ഇതാക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ നൗഫൽ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകന്റെ വീട്ടിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇപ്പൊ കടുവനെ കണ്ടിട്ടുള്ളത്. കടുവ അങ്ങോട്ട് കയറിപ്പോയി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. കടുവ തപ്പോ കയറിപ്പോയത് കണ്ടതാണ് ഇപ്പൊ. ഓന്റെ വീട് ഇവിടെയാണ് ശരിക്കും. അപ്പൊ ഇവിടുന്ന് സ്കൂട്ടി എടുത്തിട്ട് ഓൻ പോയത്. ഓൻ പറഞ്ഞ വീട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടെ കടുവ ഉള്ളതെന്ന് പറയുന്നത്. ഒരു വീട്ടിലാണ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഇറങ്ങിട്ട് ഇതിലേ പോയി. ബബിയ, ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ആ കുട്ടികൾ കടുവയെ കണ്ടു എന്നാണ് പറയുന്നത്. കടുവ നമുക്ക് ദൂരെ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച വീടിന്റെ സമീപത്തൂടെ, നൌഫൽ എന്നയാളുടെ വീടിന്റെ സമീപത്തൂടെ കടുവ കടന്നുപോയി എന്നാണ് കുട്ടികൾ പറയുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രോക്ഷമുണ്ടായിരിക്കുന്നു. അവർ കാട്ടിലേക്ക് കടുവയെ തെരഞ്ഞ് ഇറങ്ങുന്ന ഒരു കാഴ്ച. RRT സംഘങ്ങൾ കാട് അരിച്ചു പെറുക്കുമ്പോഴാണ് കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ജനങ്ങൾ ഈ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കടുവയെ തെരഞ്ഞുള്ള ഇറങ്ങിയിരിക്കുന്നു ജനങ്ങൾ. അവർ ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നു. ഏതാണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും 100-200 മീറ്റർ അകലെയാണ് കടുവയുടെ സാന്നിധ്യം കണ്ടതെന്ന് പറയുന്നു. ഒരു വശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ നിലയുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ഏതാനും മീറ്റർ മാത്രം അകലെ ഇപ്പോൾ കടുവയെ കണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട 2-3 കുട്ടികൾ കടുവയുടെ സാന്നിധ്യം അവർ കണ്ടതായി പറയുന്നു. തേയിലത്തോട്ടത്തിലൂടെ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായി ഇറങ്ങി കടുവയെ തെരഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ തന്നെ അങ്ങേയറ്റം
അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിന്നിരിക്കുന്നു. ഒരുപക്ഷെ ജനക്കൂട്ടത്തിന്റെ ആരവമൊക്കെ കേൾക്കുമ്പോൾ കടുവ കാട്ടിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതകളുണ്ട്. നേരത്തെ വനംവകുപ്പ് പ്രതീക്ഷിച്ചതും ഇത്തരത്തിൽ ഈ മേഖലയിൽ തന്നെ കടുവ ഉണ്ടാകുമെന്നാണ്. ഏറെ ദൂരേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് വനംവകുപ്പ് വെച്ചിരിക്കുന്ന ക്യാമറ ട്രാപ്പിൽ ഈ കടുവ പതിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അവ്യക്തമായ ചിത്രങ്ങൾ അവർക്ക് ലഭിച്ചുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ജനങ്ങൾ കടുവയെ തെരഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന കാഴ്ച. നമ്മളിപ്പോൾ ആ ജനക്കൂട്ടത്തിനൊപ്പം പോകുന്ന കാഴ്ചയാണ്. പോലീസ് സംഘവും മറ്റുമൊക്കെ വലിയ തോതിൽ സന്നാഹങ്ങളോടുകൂടി ഈ കാട്ടിലേക്ക് വരുന്ന അവർ കാണിക്കും. പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. കടുവയെ കണ്ടെന്ന് അവിടെയുള്ള കുട്ടികളാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളാണ് വീണ്ടും കടുവയെ കണ്ടത്. ജനവാസ മേഖലയിലാണ് വീണ്ടും കടുവ ഇറങ്ങിയതെന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്നു. ഇന്ന് വൈകിട്ട് വരെ നമ്മൾ കണ്ടത് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധമാണ്. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിയുന്ന അവിടുത്തെ പഞ്ചാരക്കൊല്ലിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും അവിടെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. ഇതിൽ സഹികെട്ട മനുഷ്യർ, സാധാരണക്കാരായ ജനങ്ങൾ കടുവയെ തേടി കാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RRT സംഘം കടുവയ്ക്ക് വേണ്ടി ആ നാട് മുഴുവൻ തിരച്ചിൽ നടത്തുമ്പോഴാണ് വീണ്ടും ജനവാസ മേഖലയിൽ വീടിന് സമീപം കടുവയെ കണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ കടുവയെ തിരഞ്ഞിറങ്ങിയ ആളുകളെ തിരിച്ചയക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കാണുന്നത്. കടുവയെ തിരഞ്ഞ് സാധാരണക്കാർ ഇറങ്ങുന്നത് പൂർണ്ണമായും അത് റിസ്ക്കാണ്, വലിയ റിസ്ക്കാണ്. അത് അനുവദിക്കാതിരിക്കുകയാണ് അധികൃതർ ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരില്ലാതെ, അധികൃതരില്ലാതെ ഇത്തരത്തിൽ കടുവയ്ക്കായി ഇറങ്ങുന്നത് അത് സാഹസികമാണ്. അതിന് അവിടെയുള്ള മനുഷ്യരെ അനുവദിക്കാതെ അവരെ തിരിച്ചയക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കടുവയ്ക്കായി തിരച്ചിൽ തുടരുമ്പോഴാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടത്. കടുവയെ കണ്ടത് പഞ്ചാരക്കൊല്ലിയിൽ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. MS അനീഷ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, അവസാനം പൊറുതിമുട്ടിയ സാധാരണക്കാരായ ജനങ്ങൾ കടുവയെ തേടി ഇറങ്ങുകയാണ് കാട്ടിലേക്ക്. അവരെ തിരിച്ചയക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളിപ്പോൾ കാണുന്നതല്ലേ? ഇവർ ഇത്തരത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ കടുവയെ തേടി ഇറങ്ങുന്നത് വലിയ റിസ്ക്കുമാണ്. തീർച്ചയായും വലിയ ജീവന് ഭീഷണി വരുത്തുന്ന കാര്യം തന്നെയാണെങ്കിലും ആ മേഖലയിൽ വീടുകളുള്ളതാണ്, ജനവാസ കേന്ദ്രമാണ്. അവിടെ ആളുകൾ ആ വീട്ടിലെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഫോറസ്റ്റ് വരട്ടെന്ന് പറഞ്ഞ് നോക്കിയെന്ന കുട്ടികളെ ജീവൻ പോകും. അതുകൊണ്ടാണ് നമ്മൾ നാട്ടുകാരെ ഇറങ്ങുക. ഇത്രയും ആൾക്കാരില്ലേ, പിന്നെന്തിനാ കുട്ടികളെ ആദ്യം ജീവൻ കൊണ്ടുവരിക, എന്നിട്ട് ബാക്കി നമ്മൾ മാറിക്കോളും. മുമ്പിലാ നിൽക്കുന്നത്, കുന്തമ്പല അവിടെ നിൽക്കുക. നമ്മളിവിടെ ഇറങ്ങിയെന്ന് എന്തിനാ കുട്ടികളെ അവരോട് നമ്മൾ വീട്ടിൽ കയറി വാലടിച്ചിരിക്കാൻ പറയാനാണ് വന്നത് ഇവിടെ. അപ്പൊ ഇത്രയും ജനങ്ങളിൽ ഒറ്റപ്പെട്ട് പോകാണ്ട് നിന്നാ മതി. നമുക്കും അറിയാൻ നോക്കാൻ. ഇപ്പൊ ഈ പോയിട്ടുള്ള ഡ്യൂട്ടി നമുക്ക് ആ വീട്ടിൽ ദൂരെ ആളുകളെ കാണാം. ആ വീടിന്റെ സമീപത്തുകൂടി കടുവ കടന്നുപോയി എന്നാണ് മുമ്പേ കുട്ടികൾ പറഞ്ഞിരുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടേക്ക് പോകുന്നുണ്ട്. നേരത്തെ ആ കുട്ടികളിൽ ഇറങ്ങി വന്നത് ഇപ്പൊ ഈ അറിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓടി വന്നത്. കാരണം ഫോറസ്റ്റ് ലാത്തി കൊണ്ട് കടലിൽ കൊല്ലാൻ പറ്റുമോ? ആപത്താണത്. വെറും കടൽ അവര് യാത്തി കൊണ്ട് പോയിട്ട് വടിയും കൊണ്ട് പോയിട്ട് എന്താക്കാനാ? ഇപ്പൊ 3-4 നായ്ക്കളുണ്ട് ഓടി വരുന്നുണ്ട്. അതിന്റെ പുറകെ വരുന്ന നായ്ക്കളെ പിടിക്കാൻ വരുന്നതെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കൂട്ടത്തോടെ നമ്മൾ പോകുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അനുഭവിക്കും. കുട്ടികളെ ജീവൻ നോക്കട്ടെ നമുക്ക്. അതാണ് ആ വീട്ടിലുള്ളവരോട് അകത്ത് കയറി ഇരിക്കാൻ പറയാനാണ് നമ്മൾ വരുന്നത്. അതാണ് ആ വീട്ടിൽ കുട്ടികളുണ്ട്. ആ കുട്ടികളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ് പോകാൻ ഒരുങ്ങുന്നത്. പോലീസുകാരാണെങ്കിലും വെറും ലാത്തിയുമായാണ് അവർ പോകുന്നത്. എന്നാലും ഒരു വലിയ ജനക്കൂട്ടം വരുമ്പോൾ ഈ കടുവ ഭയന്ന് അവിടെ നിന്നും പോകും എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ആ വീടുകളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ആ വീട്ടിൽ പോയി ആളുകളെ നീക്കം. വനംവകുപ്പ് അധികൃതർ ആരും അവിടെ എത്തിയിട്ടില്ലേ? ഇപ്പോൾ ഈ കടുവയെ കണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് അവരാരും എത്തിയിട്ടില്ലേ?
ഇപ്പോൾ ഈ സംഘത്തിൽ വനംവകുപ്പ് സംഘമില്ല, പോലീസുകാരാണ്. പ്രത്യേകിച്ചും ഇവിടെ ഈ ജനകീയ പ്രതിഷേധം നടക്കുന്ന ഇടത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. ആ പോലീസുകാരാണ് വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഈ വിവരം നൽകിയതനുസരിച്ച് ആ സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. RRT സംഘങ്ങൾ കാട്ടിനുള്ളിലേക്ക് നേരത്തെ അരുൺ സക്കരയുടെ ഒക്കെ നേതൃത്വത്തിൽ പോയിരുന്നു. അവർ ആ മേഖലയിലേക്ക് പോയിരുന്നു. പോലീസുകാർ ഈ ജനങ്ങളെ ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നു. ജനവാസ മേഖലയാണ്. ആ വീടുകളിൽ കുട്ടികളുണ്ട്. എന്തായാലും ആ വീട്ടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന വിവരം. നേരത്തെ ഈ നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ച ദൂരെ കാണുന്ന ആ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ആളുകളെ മാറ്റുന്നു. ഒപ്പത്തൊട്ട് താഴെ 4 പട്ടികൾ, നേരത്തെ ആ കുട്ടികൾ പറഞ്ഞതാണ് 4 നായ്ക്കൾ കുരച്ചുകൊണ്ട് ഓടുന്നത് തങ്ങൾ കണ്ടു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ 3 നായ്ക്കൾ അവിടെ നിൽക്കുന്നു. അതിന്റെ തൊട്ട് പരിസര പ്രദേശത്ത് എല്ലാ വീടുകളിലേക്കും പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമൊക്കെ ചെന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ദൂരെയുള്ള വീട്ടിൽ നിന്നുമൊക്കെ ആളുകളെ മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇന്നലെ അപകടം നടന്ന സ്ഥലത്തിന്റെ ഏതാനും ഭാരം മാത്രം അകലെയാണ്. അതിന്റെ ഏതാണ്ട് തൊട്ടടുത്ത സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഈ സാന്നിധ്യം കണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം സ്ഥലത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദൂരെ ദൃശ്യങ്ങളിൽ കാണാം ആളുകളെ, കുട്ടികളൊക്കെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക്, 2 കുട്ടികൾ അവിടെ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന, ആ വീടിന് പുറത്തേക്ക് നിൽക്കുന്നത് നമുക്ക് കാണാം. അവരൊക്കെ വീടുകൾക്കുള്ളിൽ കഴിയുകയായിരുന്നു. ആ വീടുകളിലൊക്കെയും പോലീസ് ഉദ്യോഗസ്ഥർ ചെന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥർ